നമസ്കാരം. കേരളത്തിൽ സർക്കാർ മാറി, അധികാരത്തിൽ മാറ്റമുണ്ടായി. ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കോൺഗ്രസ് നേതൃത്വത്തിലായി. പക്ഷേ ചോദ്യം ഇതാണ്: പോലീസിന്റെ പ്രവർത്തന രീതിയിൽ യഥാർത്ഥത്തിൽ മാറ്റമുണ്ടായോ? കാരണം തലസ്ഥാനത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നടന്ന ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ക്രിമിനൽ കേസുകളിൽ പ്രതികളായവർക്ക് പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചുവെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. ഇതിനെതിരെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി നടത്തിയ വിമർശനം വളരെ ഗൗരവമുള്ളതാണ്. ഭരണം മാറിയിട്ടും ആഭ്യന്തര വകുപ്പ് ഇപ്പോഴും CPM നിയന്ത്രണത്തിന്റെ തന്നെയാണോ എന്ന സംശയമാണ് ഈ സംഭവത്തിലൂടെ ഉയരുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഇത് വെറുമൊരു രാഷ്ട്രീയ ആരോപണവുമായി തള്ളിക്കളയേണ്ട വിഷയമല്ല. കാരണം ഒരു പോലീസ് സ്റ്റേഷൻ എന്നത് സാധാരണ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന ഇടമല്ല. നിയമം നടപ്പാക്കുകയും കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ. അത്തരമൊരു സ്ഥലത്ത് ക്രിമിനൽ കേസുകളിൽ പ്രതികളായ വ്യക്തികൾക്ക് പ്രത്യേക പരിഗണന ലഭിച്ചുവെന്ന ആരോപണം ഉയർന്നാൽ ആഭ്യന്തര വകുപ്പ് അതിന് വ്യക്തമായ മറുപടി നൽകേണ്ടതുണ്ട്. BJP ഉയർത്തുന്ന പ്രധാന ചോദ്യം ഇതാണ്: നിയമം നടപ്പാക്കേണ്ട പോലീസ് തന്നെ നിയമ നടപടികളിൽ പ്രതികളായവരുമായി ഇത്തരത്തിൽ സൗഹൃദപരമായ ഇടപെടൽ നടത്തുന്നത് എത്രത്തോളം ശരിയാണ്? CPM നേതാവ് IP ബിനു ഉൾപ്പെടെയുള്ള പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നുവെന്നാണ് അനൂപ് ആന്റണി ആരോപിക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ പോലും പോലീസ് സ്റ്റേഷനിൽ ആഘോഷത്തിന് അവസരം നൽകിയെങ്കിൽ ഇവിടെ ഒരു കാര്യം വ്യക്തമാകണം: ഒരു വ്യക്തി ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നത് മാത്രം കൊണ്ട് കോടതി കുറ്റക്കാരനായി പ്രഖ്യാപിച്ചുവെന്നത് അർത്ഥമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലെ ഔദ്യോഗിക പരിപാടിയിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് എന്ത് സാഹചര്യത്തിലാണ് പങ്കാളിത്തം ലഭിച്ചതെന്നത് അന്വേഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇതാണ് BJP ആവശ്യപ്പെടുന്നത്. അന്വേഷണം നടത്തുക, വസ്തുത പുറത്തു കണ്ടുവരിക. വീഴ്ചയുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക. ഇതിൽ എന്താണ് തെറ്റ്? ഒരു പോലീസ് സ്റ്റേഷനിൽ നിയമത്തിന്റെ അധികാരവും ഔദ്യോഗിക സംവിധാനങ്ങളും ഉപയോഗിച്ച് നടക്കുന്ന പരിപാടികൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാകണം. ആരെ ക്ഷണിച്ച്, ആരാണ് പരിപാടി സംഘടിപ്പിച്ചത്, ആരുടെ അനുമതിയോടെയാണ് പരിപാടി നടന്നത്, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണം. അതിലും ഗൗരവമുള്ള മറ്റൊരു ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്: മ്യൂസിയം സ്റ്റേഷനിലെ SHO തന്നെയാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്ക് ഓണക്കോടി ഉൾപ്പെടെയുള്ളവ വാങ്ങി നൽകിയതെന്നാണ് അനൂപ് ആന്റണി പറയുന്നത്. ഈ ആരോപണം ശരിയാണെങ്കിൽ അത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥനും കേസിലെ പ്രതിയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഔദ്യോഗിക പരിധിയിലുള്ളത് എന്നാണ് പരിശോധിക്കേണ്ടത്. ഒരു സാധാരണ പൗരന് പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്ന പരിഗണനയും രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാൾക്ക് ലഭിക്കുന്ന പരിഗണനയും ഒരേപോലെയാണോ? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണോ? ഇതാണ് BJP ഉയർത്തുന്ന അടിസ്ഥാന ചോദ്യം. പോലീസ് സ്റ്റേഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആഘോഷവേദിയാകരുത്. അത് CPMന്റേതെന്നുമല്ല, കോൺഗ്രസിന്റേതുമല്ല, BJPയുടേതുമല്ല. അത് ജനങ്ങളുടേതാണ്, നിയമത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ BJP ശക്തമായി ഇടപെടുന്നത് ന്യായമാണെന്ന് വാദവും ഉയരുന്നു. ഭരണം മാറിയാൽ പോലീസിന്റെ പ്രവർത്തന ശൈലിയും മാറണമെന്നല്ല BJP പറയുന്നത്. മറിച്ച് പോലീസ് രാഷ്ട്രീയത്തിൽ സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമാകണം എന്നാണ് ആവശ്യം. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ആവശ്യമല്ല, ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ആവശ്യമായിരിക്കണം. പക്ഷേ BJP ആരോപിക്കുന്നത് അതല്ല. സംഭവിക്കുന്നത് എന്താണ്? ഭരണം മാറിയെങ്കിലും പോലീസിനുള്ളിലെ CPM അനുകൂല സംവിധാനത്തിൽ മാറ്റമില്ലെന്നാണ് ആരോപണം. പഴയ ബന്ധങ്ങൾ തുടരുന്നു, പഴയ സ്വാധീനം തുടരുന്നു. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷം എന്നാണ് BJP പറയുന്നത്. ഇവിടെ കോൺഗ്രസ് സർക്കാരിനോടും ആഭ്യന്തരമന്ത്രിയോടും BJP നേരിട്ട് ചോദ്യം ഉന്നയിക്കുകയാണ്. ഭരണം മാറിയിട്ടും പോലീസിലെ പഴയ രാഷ്ട്രീയ സ്വാധീനം തുടരുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആരുടേതാണ്? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടേതല്ലേ? അതിലാണ് അനൂപ് ആന്റണി ആഭ്യന്തരമന്ത്രിക്കെതിരെ ശക്തമായ വിമർശനം നടത്തുന്നത്. ആഭ്യന്തരമന്ത്രിക്ക് നട്ടെല്ലുണ്ടെങ്കിൽ നിയമം ലംഘിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ആർജവം കാണിക്കണമെന്നാണ് BJP പറയുന്നത്. ഈ വാക്കുകൾ രാഷ്ട്രീയമായി ശക്തമാണ്, പക്ഷേ അതിന് പിന്നിലുള്ള ചോദ്യവും അത്ര തന്നെ ശക്തമാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകണോ? ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക പരിഗണന ലഭിക്കണോ? ഭരണം മാറിയിട്ടും പോലീസിന്റെ പ്രവർത്തനത്തിൽ മാറ്റമില്ലെങ്കിൽ സർക്കാർ എന്തു ചെയ്യണം? ഈ ചോദ്യങ്ങൾക്ക് ആഭ്യന്തര വകുപ്പ് മറുപടി നൽകേണ്ടതുണ്ട്. BJPയുടെ മറ്റൊരു പ്രധാന ആവശ്യം ഇതാണ്: പോലീസ് സ്റ്റേഷനുകളെ CPM നേതാക്കളുടെയും ക്രിമിനൽ സംഘങ്ങളുടെയും ആഘോഷവേദികളാക്കി മാറ്റാൻ അനുവദിക്കരുത്. ഇവിടെ BJPയുടെ നിലപാട് വ്യക്തമാണ്. പോലീസ് സ്റ്റേഷൻ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ കീഴിലാകരുത്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം. കുറ്റക്കേസുകളിലെ പ്രതികൾക്ക് രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിൽ പ്രത്യേക പരിഗണന ലഭിക്കരുത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം. ഇതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം.
കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ നോക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പ്രതികരണത്തിലേക്കാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകുമോ? പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടുമോ? ഓണാഘോഷത്തിൽ പങ്കെടുത്തവരുടെ പശ്ചാത്തലം പരിശോധിക്കുമോ? ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകുമോ? അതോ ഈ ആരോപണവും രാഷ്ട്രീയ വിവാദവുമായി മാത്രം അവസാനിപ്പിക്കുമോ? ഇവിടെയാണ് കോൺഗ്രസ് സർക്കാരിന്റെ വിശ്വസ്തതയും പരിശോധിക്കപ്പെടുന്നത്. കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലീസിന്റെ രാഷ്ട്രീയവൽക്കരണത്തിനെതിരെ ശക്തമായി സംസാരിച്ചവർ അധികാരത്തിലെത്തിയ ശേഷം അതേ വിഷയത്തിൽ മൗനം പാലിച്ചാൽ സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയരും. ഭരണം മാറിയാൽ മാത്രം പോരാ, ഭരണരീതിയും മാറണം. പോലീസിന്റെ കാര്യത്തിൽ അതിലും പ്രധാനമാണ് നീതിയുടെ സമീപനം മാറണം. ആരായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ളവരായാലും നിയമത്തിന് മുന്നിൽ ഒരേ പരിഗണന ലഭിക്കണം. ഇതാണ് BJP ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വിവാദത്തെ ലളിതമായ ഒരു ആഘോഷവേദിയാക്കി കാണാൻ കഴിയില്ലെന്നാണ് BJP വാദം. ഇത് പോലീസിന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഇത് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഇത് നിയമവീഴ്ചയെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഏറ്റവും പ്രധാനമായി ഭരണം മാറിയിട്ടും പോലീസിന്റെ പ്രവർത്തന ശൈലി മാറിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്ന ചോദ്യമാണ്. BJP ഈ വിഷയത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് സർക്കാർ വ്യക്തമായ മറുപടി നൽകണം. ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ സർക്കാർ അത് തെളിയിക്കണം. ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതാണ് സുതാര്യമായ ഭരണത്തിന്റെ ലക്ഷണം. അവസാനം പറയാനുള്ളത് ഒന്നു മാത്രം: പോലീസ് സ്റ്റേഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സ്വത്തല്ല. അത് സാധാരണക്കാരന്റെ അവസാന പ്രതീക്ഷയാണ്. അവിടെ രാഷ്ട്രീയ ബന്ധം നോക്കാതെ നിയമം നടപ്പാക്കണം. അതാണ് BJP ആവശ്യപ്പെടുന്നത്. അതാണ് ജനാധിപത്യത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ വിവാദത്തിൽ ഇനി സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഭരണം മാറിയിട്ടും പോലീസിന്റെ പ്രവർത്തന ശൈലി മാറിയിട്ടില്ലെന്ന BJPയുടെ ആരോപണം ശരിയാണോ? ഇത്തരം രാഷ്ട്രീയ വാർത്തകളും കേരളത്തിലെ പ്രധാന സംഭവ വികാസങ്ങളും ആദ്യം അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.